അനധികൃത ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിൽ ദയാനിധിമാരനെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് സിബിഐയെ സുപ്രീം കോടതി വിലക്കി. രാഷ്ട്രീയ പകപോക്കലിനു വേണ്ടി ആകരുത് അറസ്റ്റെന്ന് സിബിഐക്ക് സുപ്രീം കോടതിയുടെ വിമർശനം. ദയാനിധിമാരന്റെ ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും സിബിഐക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. അനധികൃതമായി വീട്ടിൽ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിച്ച കേസിൽ DMK നേതാവ് ദയാനിധിമാരന്റെ മുൻകൂർ ജാമ്യം മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. 3 ദിവസത്തിനകം കീഴടങ്ങണമെന്ന മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെയാണ് ദയാനിധിമാരൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. അറസ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ള തെളിവുകളൊന്നും സിബിഐയുടെ പക്കലില്ലെന്ന് മാരന്റെ അഭിഭാഷകർ സുപ്രീം കോടതിയിൽ വാദിച്ചു. ഈ വാദം പരിഗണിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് TS താക്കൂറിന്റെ അധ്യക്ഷതയിലുള്ള സുപ്രീം കോടതി ബെഞ്ച് മാരനെ അറസ്റ്റ് ചെയ്തതിൽ നിന്ന് CBIയെ വിലക്കിയത്. കേസിന്റെ പുരോഗതിക്ക് വേണ്ടിയാകണം അറസ്റ്റുകളെന്ന് നിരീക്ഷിച്ച സുപ്രീം കോടതി രാഷ്ട്രീയ പകപോക്കലുകളെ അറസ്റ്റുകൾ മാറരുതെന്നും CBIയെ വിമർശിച്ചു. ഉത്തർപ്രദേശിൽ 8000 കോടി രൂപയുടെ തട്ടിപ്പ് നടന്ന NRHM അഴിമതി കേസിൽ ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ CBIക്കായിട്ടില്ലെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. കേസിൽ കേന്ദ്ര സർക്കാരിന്റെയും CBIയുടെയും സത്യവാങ്മൂലങ്ങൾക്ക് മറുപടി നൽകാൻ 2 ആഴ്ച സമയവും മുൻ ടെലികോം മന്ത്രി കൂടിയായ ദയാനിധിമാരന് സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, ദില്ലി.